ഹായ് എവരി വൺ. പത്തനംതിട്ടക്കാരുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇഞ്ചി ഏകദേശം ഒരു 5 മാസത്തിന് മുമ്പ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിളച്ചെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർന്നു വരാനായി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ മധുരത്തിനാവശ്യമായ ശർക്കരയും ലയിച്ചു കിട്ടുന്നതിനായി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാനിവിടെ അധികം മധുരം ഇഷ്ടമല്ലാത്തതിനാൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഇട്ട് വച്ചിരിക്കുന്നത്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് നിറച്ചില്ല തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിന് എണ്ണ ആവശ്യമില്ല. ഞാനിപ്പോൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 3/4 കപ്പിന് മുകളിലായി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി സ്ലൈസസ് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഇഞ്ചി വറുത്ത് വെച്ച എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടെ നമുക്ക് വറ്റൽമുളകും ഉള്ളിയും 3 പച്ചമുളകും മുറിച്ച് വെച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ശർക്കര വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. നമുക്കിനി പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി തേങ്ങാക്കൂട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി തിളച്ച് ഇത് ഇനിയും വറ്റി വരട്ടെ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇത് നമ്മൾ കറികളിൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഫ്രീസറിൽ നിന്ന് എടുക്കാവൂ. ഒന്ന് കഴുകിയതിന് ശേഷം ചിരണ്ടിയെടുക്കാം. ഇത് കൂടുതൽ സമയം വെച്ചാൽ സോഫ്റ്റ് ആയി പോകും. കട്ട് ചെയ്ത് ഉടൻ തന്നെ ഉപയോഗിക്കണം. ഇത് ചതച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ഈ സമയത്ത് ഞാൻ 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് മിസ്സായി പോയതാണേ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എരിവും പുളിയും മധുരവും എല്ലാം നല്ല ബ്ലെൻഡായിട്ടുള്ള ഒരു അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.